ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ നിന്നെ കാണാതായി എന്ന് മനസ്സിലാക്കിയ കുടുംബം നിന്നെ തിരികെ നേടാനായി കർണാടകയിലെ പല ഉന്നതരുടെ വാതിലുകളിലും മുട്ടിയിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട് തൻ്റെ കൈക്കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് ഒരു ഭാര്യ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് അഭ്യർത്ഥിക്കുമ്പോഴാണ് മലയാളികൾ അങ്ങ് കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിലെ അർജുൻ എന്ന മനുഷ്യനെ ആദ്യമായി അറിയുന്നത്. സുഖമില്ലാത്ത അച്ഛനും അമ്മയും, സഹോദരിമാരുടെ വിവാഹം, സഹോദരൻ്റെ പഠനം, ഇത്തിരി സ്വപ്നവും ഒത്തിരി സ്നേഹവുമായി കൂടെ കൂടിയ പെണ്ണൊരുത്തി, വല്ലപ്പോഴും വീട്ടിലെത്തുന്ന അച്ഛൻ്റെ മാറിൽ ചാഞ്ഞുറങ്ങാനും അച്ഛൻ്റെ കുറുക്കിൽ ആന കളിക്കാനും കൊതിക്കുന്ന കുഞ്ഞിച്ചക്കൻ, ഇവരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് അവൻ്റെ ആ യാത്രയിൽ പൊലിഞ്ഞത്. അച്ഛൻ്റെ വയ്യായ്മയിൽ തളരാതെ ആ കുടുംബത്തിൻ്റെ ഭാരം ചുമലിലേറ്റുമ്പോൾ ടൺ കണക്കിന് ഭാരം വഹിക്കുന്ന ആ ട്രക്ക് ഓടിക്കുന്നത് അവന് ഹരമായിരുന്നിരിക്കണം. അവൻ ഓടിത്തീർത്ത ഓരോ ദൂരവും അവൻ്റെയും കുടുംബത്തിൻ്റെയും ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കി. അന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞവൻ പോകുമ്പോൾ അവൾ രഹസ്യമായി അവനോട് ചോദിച്ചിട്ടുണ്ടാകും, എന്നാ തിരിച്ചു വരിക എന്ന്. വരും പെണ്ണേ, നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും, എത്രയും പെട്ടെന്ന് വരും എന്നവളോട് പറഞ്ഞ വാക്കവൻ പാലിച്ചു. അവന് വളരെയധികം ഇഷ്ടമുള്ള ഗംഗാവലി പുഴയുടെ തീരത്ത് മലയുടെ അടിവാരത്ത് ഇളം കാറ്റേറ്റ് ഉറങ്ങാൻ കിടന്നതാണവൻ. പ്രകൃതിക്ഷുഭിതയായത് അവൻ ആ ഗാഢനിദ്രയിൽ അറിഞ്ഞു കാണില്ല. ഗംഗാവലിപ്പുഴ അവൻ്റെ ട്രക്കിനെ അപ്പാടെ വിഴുങ്ങിയപ്പോഴും അവൻ തൻ്റെ പ്രാണനെ പോലെ കൊണ്ടു നടന്ന വണ്ടി അവനെ പുഴയുടെ ഓളങ്ങൾക്ക് വിട്ടു നൽകാതെ മാറോട് ചേർത്ത് പിടിച്ചത് ഉറക്കമില്ലാത്ത രാത്രികളിൽ അവൻ ആ ട്രക്കിനോട് പറഞ്ഞ കഥകളിലേറെയും എത്ര വൈകിയാലും തന്നെ കാത്തിരിക്കുന്ന അമ്മയും ഭാര്യയും സഹോദരങ്ങളും കുഞ്ഞും അച്ഛനുമൊക്കെ ആയിരുന്നതിനാലാകാം. രൗദ്രഭാവത്തിൽ കലങ്ങി മറിഞ്ഞൊഴുകിയ പുഴ പല നാൾ ട്രക്കിനെ കടലോട് ചേർക്കാൻ ശ്രമിച്ച് തോൽവി അടഞ്ഞു. ട്രക്ക് പുഴയോട് അലറി അപേക്ഷിച്ചു കാണും, അവൻ്റെ ജീവനോ നീ എടുത്തു, പക്ഷെ അവനെ കാത്തിരിക്കുന്ന അവൻ്റെ ഉറ്റവർക്കായി എനിക്കവനെ തിരികെ ഏൽപ്പിക്കണം. കാരണം അവൻ തിരികെ ചെല്ലുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ വന്നേ. അവസാനം 71-ാം നാൾ അവൻ്റെ അവശേഷിപ്പുകൾ അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് തിരികെ നൽകുമ്പോൾ തൻ്റെ കടമ നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ അന്ത്യശ്വാസം എടുത്തിരിക്കും. അവന് വേണ്ടി ഓരോ മലയാളികളും പ്രാർത്ഥിച്ചു, ജാതി മത ഭേദമന്യേ പ്രാർത്ഥിച്ചു. ഏതെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ ചാനൽ റേറ്റിംഗ് ഉയർത്താൻ മാത്രം ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർക്കുള്ളിൽ മനുഷ്യത്വം അലകടലായി ഒഴുകി. അതിൻ്റെ പ്രതിഫലനമെന്നോണം പാർട്ടി വ്യത്യാസമില്ലാതെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും അവിടെ എത്തി. MLAയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ എത്തി. വെറുമൊരു ഡ്രൈവറല്ലേ മണ്ണിനടിയിൽ പെട്ടതെന്ന് ചോദിച്ചവരോട് ഒരു മനുഷ്യനാണ് സാറേ, അതും ഒരു മലയാളിയാണ് സാറേ എന്ന് പറഞ്ഞ വണ്ടി മുതലാളി ഉയർന്നവനും താഴ്ന്നവനും ഇല്ല ഈ മണ്ണിൽ, മനുഷ്യ ജീവനാണ് വില എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് മലയാളികളെ ആകെ ഉണർത്തി. പിന്നീട് അങ്ങോട്ടൊരു പോരാട്ടമായിരുന്നു. മലയാളികളാകെ അർജുൻ്റെ കുടുംബത്തോടും അർജുനെയും കാത്ത് ഗംഗാവലി പുഴയോരത്ത് കാത്തിരുന്ന അർജുൻ്റെ പ്രിയപ്പെട്ടവരോടുമൊപ്പമായിരുന്നു. ഒന്നാം ഘട്ട തിരച്ചിലും രണ്ടാം ഘട്ട തിരച്ചിലും നിരാശയോടെ അവസാനിക്കുമ്പോഴും ഈശ്വർ മാൽപേ എന്ന മഹാമനുഷ്യൻ മഹേശ്വരന് തുല്യമായി നിന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഓരോ തവണ മുങ്ങിപ്പൊങ്ങിയപ്പോഴും നാം പ്രതീക്ഷ നിലനിർത്തി, അർജുൻ തിരികെ വന്നിരുന്നെങ്കിലെന്ന്. ഇത്തിരി പോന്ന മക്കളും ആയിരക്കണക്കിന് അമ്മമാരും കൈകൂപ്പി വണങ്ങി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാനായി. 71-ാം പക്കം ശാന്തയായ ഗംഗാവലി പുഴയുടെ മടിത്തട്ടിൽ നിന്ന് പുഴയുടെ ഓളങ്ങളോട് പിണങ്ങി നിന്ന വാഹനത്തിൽ നിന്ന് അർജുൻ്റെ അവശേഷിപ്പുകൾ എടുക്കുമ്പോഴും വിതുമ്പാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. കാരണം ഈ കൊച്ചു കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മനുഷ്യൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വേർതിരിച്ചു കാണാൻ മറന്നിരിക്കുന്നു. മഹാപ്രളയവും പെട്ടിമുടിയും കവളപ്പാറയും പുഞ്ചിരിമട്ടവും ഒക്കെ മലയാളിയെ മനുഷ്യജീവൻ്റെ വില പഠിപ്പിച്ചിരിക്കുന്നു. അർജുൻ്റെ ആഗ്രഹം പോലെ അവൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. അവൻ്റെ ജീവൻ്റെ വിലയിട്ട് കുറച്ചു കാശും അവൻ്റെ ഉറ്റവർക്ക് നൽകും. പക്ഷേ ഇതൊന്നും അവന് പകരമാവില്ല. ഇന്ന് ഈ രാത്രി ഞാനിത് എഴുതുമ്പോൾ അർജുൻ്റെ മൃതശരീരം വഹിച്ച ആംബുലൻസ് ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ആംബുലൻസിനെ അനുഗമിക്കുന്ന മാധ്യമപ്രവർത്തകർ നാളെ അവൻ്റെ ചിതയെരിയുന്നതും അടുത്ത വാർത്ത തേടി യാത്രയാകും. പക്ഷെ അപ്പോഴും നമ്മൾ മനുഷ്യരെ പിന്തുടരുന്ന ഒരു ചോദ്യമുണ്ട്. അർജുൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? അതിനുത്തരം ഷിരൂരിലൂടെ 2004 വരെ ചരക്ക് ലോറി ഓടിച്ച ഒരു 80-കാരൻ കണ്ണീരോടെ ഒരു മാധ്യമപ്രവർത്തകർക്ക് നൽകി. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു സിംഗിൾ റോഡായിരുന്നു. മല മാന്തിയാണ് റോഡ് വികസിപ്പിച്ചത്. അതെ, മല മാന്തിയിരിക്കുന്നു. നമ്മുടെ ഒരു കാൽ മുറിച്ചു മാറ്റിയാൽ നമ്മൾ വീണുപോകില്ലേ? കവളപ്പാറയിലും പെട്ടിമുടിയിലും ഇപ്പോൾ പുഞ്ചിരിമട്ടത്തും നമുക്ക് 100 കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടമാകാൻ കാരണവും ഇതുതന്നെയാണ്. മാനവ നന്മയ്ക്കെന്ന പേരിൽ പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ നിർമ്മിതികൾ. ഈ സൃഷ്ടികളിൽ നിന്ന് ലാഭം കൊയ്യുന്ന മഹാന്മാരെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തികൾക്ക് ഇരയാകേണ്ടി വരുന്നത് അർജുനെ പോലെ 1000 മനുഷ്യരാണ്.
മനുഷ്യന് ഭീഷണിയാകുന്നത് ഒരു മരമായാലും അതൊരു ജീവിയാണെങ്കിലും നാം അതിനെ അകറ്റി നിർത്തുന്നു. അരിക്കൊമ്പൻ അതിനൊരു ഉദാഹരണമാണ് മലയാളികൾക്ക്. ക്ഷുദ്രജീവികളെ നാം ഭയപ്പെടുത്തി അകറ്റി നിർത്തും പോലെ പ്രകൃതിയും നമ്മെ ഭയപ്പെടുത്തി അകറ്റുന്നു. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നാം പഠിക്കുന്നതാണ് എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്നും പ്രകൃതി സംരക്ഷിക്കപ്പെടാതിരുന്നാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുമൊക്കെ. പക്ഷേ ചില ട്രോളുകളിൽ പറയുന്ന പോലെ ടെക്സ്റ്റിൽ അച്ചടിക്കപ്പെടുന്നതിൻ്റെ 3/4 ടീച്ചർ പഠിപ്പിക്കുന്നു, അതിൻ്റെ പകുതി നമ്മൾ പഠിക്കുന്നു, അതിൻ്റെയും പകുതി ഉത്തരക്കടലാസിൽ പകർത്തുന്നു, മാർക്ക് കിട്ടുന്നതോടെ ബാക്കി പകുതിയും മറക്കുന്നു. ഇനി 100-ൽ 5% അധ്യാപകർ ടെക്സ്റ്റ് പൂർണ്ണമായി പഠിപ്പിച്ചാലും അത് അതേപോലെ മനസ്സിലാക്കി പഠിക്കുന്നവരും വെറും 5% വിദ്യാർത്ഥികളാകും. ഇനി പരീക്ഷയും വിജയാഘോഷവും കഴിഞ്ഞ് പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് വെറും 1% ആ 1% മനുഷ്യന് ഇവിടെ ഒന്നും ചെയ്യാനാകില്ല. ആ 1% മനുഷ്യന്മാരിൽ ഒരാളാണ് മാധവ് ഗാഡ്ഗിൽ. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മഹത്വവൽക്കരിക്കപ്പെടുകയും അത് കഴിഞ്ഞ് മറന്നുകളയുകയും ചെയ്യുന്ന മഹാൻ. അദ്ദേഹം തൻ്റെ പഠനങ്ങൾക്ക് ശേഷം ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒക്കെ ഭൂപ്രദേശങ്ങൾ വളരെ ലോലമാണെന്ന്. ഇവിടെയൊന്നും തന്നെ അനധികൃത നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല. ഇപ്പോൾ അർജുന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നതുപോലെ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കും അശാസ്ത്രീയമായ വികസനത്തിനുമെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം. മാധ്യമങ്ങളെ, നിങ്ങളും പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വികസനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തൂ. ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വരൾച്ചയും ഉണ്ടായ ദുരന്തഭൂമിയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരും. എണ്ണിത്തീരാത്ത ശവശരീരങ്ങൾക്ക് കണക്ക് നിരത്തേണ്ടി വരും. കുഴിമാടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇനിയും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ സൃഷ്ടികൾക്ക് ബലിയാകാൻ ഒരു അർജുൻ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു സിമന്റിൻ്റെ പരസ്യത്തിൽ അച്ഛൻ മകനോട് ചോദിക്കുന്നു, ഈ ചതുപ്പുനിലത്തിൽ എങ്ങനെ വീട് പണിയുമെന്ന്. സിമന്റും കമ്പിയും എത്ര ഉറപ്പുള്ളതാണേലും ചതുപ്പുനിലത്ത് ദയവായി ഇനി ആരും വീട് പണിയരുത്. പണ്ടൊരിക്കൽ അമ്മുമ്മ പറഞ്ഞതോർക്കുന്നു. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചതിന് പ്രതികാരമായിട്ടാണ് രാവണൻ സീതയെ അപഹരിച്ചതെന്ന്. യാഥാർത്ഥ്യം എനിക്കറിയില്ല. അതാണ് യഥാർത്ഥ കാരണമെങ്കിൽ രാവണനെ വധിച്ച് ശ്രീരാമൻ സീതയെ സ്വന്തമാക്കിയെങ്കിലും രാജ്യവും ഭരണവും നേടിയ ശ്രീരാമന് സീതയെ കാട്ടിലുപേക്ഷിക്കേണ്ടി വന്നു. മനസ്സമാധാനം നഷ്ടപ്പെട്ടു. രാക്ഷസിയാണെങ്കിലും ശൂർപ്പണഖയും സ്ത്രീയായിരുന്നു. സ്ത്രീ പ്രകൃതിയും. പ്ലീസ് സേവ് നേച്ചർ, പ്ലീസ് സേവ് ലൈഫ്.